അടുത്തത് നമ്മൾ പറയാൻ പോണത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനെ കുറിച്ചാണ്. നമ്മളിപ്പോൾ ഇതുവരെ കണ്ടത് കുറച്ചുകൂടി എളുപ്പമുള്ള ഭാഗങ്ങളായിരുന്നു. അതായത് മെട്രിക്സ് അഡിഷൻ ആയാലും സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആയാലും ഒക്കെ നമ്മുടെ നമ്പർ സിസ്റ്റമായിട്ട് അടുത്ത് നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. നമ്പേഴ്സിൽ എന്താണോ ചെയ്യുക അതുപോലെ തന്നെയായിരുന്നു മെട്രിക്സിനും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനെ കുറിച്ചാണ്. എങ്ങനെയാണ് രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ എനിക്ക് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിരിക്കുന്നു, ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് മെട്രിക്സുകളുടെ കൂടെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് കാണുക, എങ്ങനെയാണ് ഈ എ എന്ന് പറയുന്ന മെട്രിക്സും ബി എന്ന് പറയുന്ന മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യുക, അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്ന കാര്യം. അപ്പോൾ അതിനായിട്ട് ഒന്ന് നോക്കിക്കോ. ആദ്യം തന്നെ നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി 6 9 2 3 ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ്. നമുക്കിതിനെ ബി എന്ന് പറയുന്ന മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻഡ് ആണോ എന്ന് നോക്കാം. അതായത് ഏത് ഓർഡറുള്ള മെട്രിക്സുകളും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഓർഡറിന് ഒരു പർട്ടിക്കുലർ പ്രത്യേകത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഇവിടെ എ എന്ന് പറയുന്ന മെട്രിക്സ് നോക്കി, ഇതിൻ്റെ ഓർഡർ എത്രയാണെന്ന് നോക്കി. അപ്പോൾ ഇതിൽ 2 റോയും 2 കോളവും ആണുള്ളത്. സോ ഇറ്റ്സ് എ 2x2 മെട്രിക്സ്. ഇതുപോലെ ഈ മെട്രിക്സ് നോക്കി, ഇതിൽ 2 റോയും 3 കോളവും ആണുള്ളത്. ഇതൊരു 2x3 മെട്രിക്സ് ആണ്. എ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന ഒരു 2x2 മെട്രിക്സ് ആണ്. ഇതുപോലെ ബി എന്ന് പറയുന്നത് ഒരു 2x3 മെട്രിക്സ് ആണ്. അപ്പോൾ ഈ മെട്രിക്സിലെ കോളത്തിൻ്റെ എണ്ണം 2 ആണ്. ഈ ബി എന്ന് പറയുന്ന മെട്രിക്സിലെ റോയുടെ എണ്ണവും 2 ആണ്. ഇത്തരത്തിൽ ഇവിടുത്തെ കോളത്തിൻ്റെ എണ്ണവും ഇവിടുത്തെ റോയുടെ എണ്ണവും സെയിം ആണെങ്കിൽ മാത്രമേ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻഡ് ആവുകയുള്ളൂ. അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി എങ്ങനെയാണ് രണ്ട് മെട്രിക്സുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, അതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ എടുക്കുക. ഇതുപോലെ ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം എടുക്കുക. എയുടെ ഫസ്റ്റ് റോയും ബിയുടെ ഫസ്റ്റ് കോളവും എടുക്കുക. ദെൻ 6 × 2 ഇതിലെ റോയിൽ ആദ്യം കിടക്കുന്ന എലമെൻറ്റും കോളത്തിൽ ആദ്യം കിടക്കുന്ന എലമെൻറ്റും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 6 × 2 പ്ലസ് 9 × 7 ഇങ്ങനെ ഫസ്റ്റത്തെ റോ കൊണ്ട് ആദ്യത്തെ കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 6 × 2 പ്ലസ് 9 × 7. ഇനി അടുത്ത എലമെൻറ്റ് കിട്ടാനായിട്ട് നമ്മൾ സെക്കൻഡ് കോളം എടുക്കുക. ഫസ്റ്റ് റോ തന്നെ, അതിനെ മാറ്റണ്ട, സെക്കൻഡ് കോളം എടുക്കുക. ഇവിടെ ചെയ്ത പോലെ തന്നെ ഈ ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആദ്യം 6 × 6 പ്ലസ് 9 × 9. ഇനി അടുത്ത എലമെൻറ്റ് കിട്ടാനായിട്ട് ഈ ഫസ്റ്റ് റോ കൊണ്ട് തന്നെ തേർഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുക, തേർഡ് കോളത്തിനെ. അപ്പോൾ 6 × 0 പ്ലസ് 9 × 8. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോ വെച്ച് ഇവിടെയുള്ള ഓരോ കോളത്തിനെയും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് റോ വെച്ച് ചെയ്യുന്ന ഓരോ എലമെൻറ്റ്സും നമ്മൾ ഫസ്റ്റ് റോയിൽ തന്നെയാണ് എഴുതുക. ഇപ്പോൾ ഫസ്റ്റ് റോയുടെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ സെക്കൻഡ് റോ സെലക്ട് ചെയ്യും. ദെൻ ഈ സെക്കൻഡ് റോയിൽ ഇവരെ ഇവിടുത്തെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ ചെയ്യണ പോലെ തന്നെ. അതപ്പോൾ 2 × 2 പ്ലസ് 3 × 7. ഇതുപോലെ സെക്കൻഡ് റോയും സെക്കൻഡ് കോളം കൂടി എടുക്കുക. അപ്പോൾ 2 × 6 പ്ലസ് 3 × 9. ഇതുപോലെ 2 × 0 പ്ലസ് 3 × 8. ഇങ്ങനെയാണ് രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് റോ കൊണ്ട് ആദ്യം ഓരോ കോളത്തിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതൊക്കെ ഫസ്റ്റ് റോയിൽ തന്നെ എഴുതുക. ദെൻ സെക്കൻഡ് റോ കൊണ്ട് ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക, അത് സെക്കൻഡ് റോയിൽ എഴുതുക. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ 6 × 2 എന്ന് പറഞ്ഞാൽ 12, 9 × 7 63, 12 പ്ലസ് 63 75 എന്ന് കിട്ടും. ഇതുപോലെ 6 × 6 36, 9 × 9 81, 36 81 കൂട്ടിയാൽ 117 എന്ന് കിട്ടും. അതുപോലെ 6 × 0 0 ആണ്, പ്ലസ് 9 × 8 പറഞ്ഞാൽ 72, 0 പ്ലസ് 72 72. ഇനി ഇവിടെ 2 × 2 4 ആണ്, പ്ലസ് 3 × 7 21, 4 പ്ലസ് 21 25. 2 × 6 12, 3 × 9 27,
12 + 27 39. 2 × 0 0 ആണ്, പ്ലസ് 3 × 8 24. അപ്പോൾ ആൻസർ 24. ഇതാണ് A × Bയുടെ കറക്റ്റ് ആൻസർ. ഇത്തരത്തിലാണ് നമുക്ക് A, B എന്ന് പറയുന്ന രണ്ട് മെട്രിക്സുകൾ തന്നു കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്റ്റ് കാണുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഓർഡർ നോക്കിയിട്ട് വേണം പ്രൊഡക്റ്റ് ഡിഫൈൻഡ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ. അതാദ്യം ശ്രദ്ധിക്കുക. ദെൻ ഓരോ റോ വെച്ചും ഓരോ കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസർ കണ്ട്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ അടുത്ത ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. അപ്പോൾ ഇവിടെ A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിരിക്കുന്നു, B എന്ന് പറഞ്ഞ് വേറൊരു മെട്രിക്സ് തന്നിരിക്കുന്നു. നമ്മളിവിടെ AB-യും BA-യും കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. കൂടാതെ AB-യും BA-യും ഈക്വൽ അല്ല എന്ന് തെളിയിക്കാനും പറഞ്ഞേക്കും. അതായത് മെട്രിക്സ് അഡീഷൻ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് ഓൾറെഡി പഠിച്ചു. അതായത് A+B ചെയ്താലും B+A ചെയ്താലും സെയിം ആൻസറാണ് കിട്ടുക. പക്ഷേ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെ അല്ല എന്ന് തെളിയിക്കാനാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിലിവിടെ നമുക്ക് A എന്ന് പറയുന്നൊരു മെട്രിക്സും B എന്ന് പറയുന്ന മെട്രിക്സും തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ A × B ഡിഫൈൻഡ് ആണോ എന്ന് നോക്കാം. അപ്പോൾ ഈ A എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്താണെന്ന് നോക്കുക. ഇതിന് 2 റോസും 3 കോളംസും ആണുള്ളത്. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഓർഡർ 2/3. ഇതുപോലെ ഈ മെട്രിക്സിൻ്റെ ഓർഡർ നോക്കുക, 3 റോയും 2 കോളും. ഇത് ഡിഫൈൻഡ് ആണോ എന്ന് നോക്കാനായിട്ട് ഫസ്റ്റ് എഴുതിയേക്കുന്ന മെട്രിക്സിൻ്റെ കോളത്തിൻ്റെ എണ്ണം നോക്കുക 3. രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോയുടെ എണ്ണം നോക്കുക, 2 സെയിം ആണ്. സോ ഇവിടെ A × B എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഡിഫൈൻഡ് ആണ്. നമുക്ക് ആ പ്രൊഡക്റ്റ് കണ്ടെത്താനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്ത് പ്രൊഡക്റ്റ് കണ്ടെത്തി നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ എയുടെ ഫസ്റ്റ് റോ എടുക്കുക, ഇവിടുത്തെ ഫസ്റ്റ് കോളം എടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഫസ്റ്റ് റോ കൊണ്ട് ഈ കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ആദ്യം 1 × 2 പ്ലസ് -2 × 4. ഇവിടെ ഫസ്റ്റ് റോയിൽ രണ്ടാമത് കിടക്കുന്നതും ഫസ്റ്റ് കോളത്തിൽ രണ്ടാമത് കിടക്കുന്നതും മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ഇതുപോലെ മൂന്നാമത് കിടക്കുന്ന ആൾക്കാരെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ഇതുപോലെ തന്നെ ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അവിടെ 1 × 3 പ്ലസ് -2 × 5 പ്ലസ് 3 × 1 ഇങ്ങനെയാണ് വരിക. ഇനി ഇതേപോലെ ഇപ്പോൾ ഫസ്റ്റ് റോ കൊണ്ട് ആദ്യത്തെ കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു, സെക്കൻഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇതുപോലെ സെക്കൻഡ് റോ എടുക്കുക, അതുകൊണ്ട് ഫസ്റ്റ് കോളത്തിനെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ അവിടെ -4 × 2 പ്ലസ് 2 × 4 പ്ലസ് 5 × 2. ഇതുപോലെ സെക്കൻഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുക, -4 × 3 പ്ലസ് 2 × 5 പ്ലസ് 5 × 1. ഓരോന്നിൻ്റെ വാല്യൂസ് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ 1 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. 2 ഇവിടെ -2 × 4 -8, 3 × 2 6. ഇതുപോലെ 1 × 3 3 -10 പ്ലസ് 3 -8 പ്ലസ് 8 പ്ലസ് 10. ഇവിടെയാണെങ്കിൽ -12 പ്ലസ് 10 പ്ലസ് 5. സോ A × Bയുടെ ഫൈനൽ ആൻസർ എഴുതുകയാണെങ്കിൽ A × B = 2 - 8 പ്ലസ് 6 എന്ന് പറയുമ്പോൾ 2 + 6 8 ആണ്. 8 - 8 0. ഇവിടെയാണെങ്കിൽ 3 + 3 6 ആണ്. 6 - 10 -4. ഇതുപോലെ -8 പ്ലസ് 8 0 ആയിപ്പോയി. പ്ലസ് 10 എന്ന് പറയുമ്പോൾ ഇവിടെ 10. അതുപോലെ -12 പ്ലസ് 10 പ്ലസ് 5. 10 പ്ലസ് 5 15 ആണ്. 15 - 12 3. ഇതാണ് A × Bയുടെ ആൻസറായിട്ട് നമുക്ക് കിട്ടണത്. ഇതാണ് A × Bയുടെ ആൻസർ. ഇനി ഇതുപോലെ നമുക്ക് B × A ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ B × A ഡിഫൈൻഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ബിയുടെ ഓർഡർ നോക്കി, 3 റോ 2 കോളം. സോ B is a 3/2 മെട്രിക്സ്. ഇതുപോലെ എയുടെ ഓർഡർ നോക്കി, 2 റോ 3 കോളം. നോക്കുക, ഇവിടെ കോളത്തിൻ്റെ എണ്ണം 2 ആണ്. രണ്ടാമത് എഴുതിയിരിക്കുന്ന മെട്രിക്സിൻ്റെ റോയുടെ എണ്ണവും 2 ആണ്. അപ്പോൾ ഫസ്റ്റത്തേൽ കോളത്തിൻ്റെ എണ്ണവും രണ്ടാമത്തേൽ റോയുടെ എണ്ണവും സെയിം ആണ്.
സോ ദിസ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഓൾസോ ഡിഫൈൻഡ്. ഈ മൾട്ടിപ്ലിക്കേഷനും ഡിഫൈൻഡ് ആണ്. നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടെത്താൻ സാധിക്കും. നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ ഫസ്റ്റ് റോ എടുക്കുക, ഫസ്റ്റ് കോളം. അപ്പോൾ ഇവിടെ 2 × 1 + 3 × -4. ഇതുപോലെ ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പോൾ 2 × -2 + 3 × 2. ഇതുപോലെ തേർഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു, സെക്കൻഡ് കോളത്തിനെ ചെയ്തു, തേർഡ് കോളത്തിനെ ചെയ്തു. ഇനി ഇതേ പരിപാടി സെക്കൻഡ് റോ കൊണ്ട് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ 4 × 1 + 5 × -4. ഇതുപോലെ 4 × -2 + 5 × 2. 4 × 3 + 5 × 5. ഇനി ഓരോന്നിൻ്റെ ആയിട്ട് വാല്യൂസ് കണ്ടുപിടിക്കാം. 2 × 1 എന്ന് പറഞ്ഞാൽ 2 ആണ്, -12. 2 - 12 എന്ന് പറഞ്ഞാൽ -10. ഇവിടെ 2 × -2 -4 + 6. സോ 2. 2 × 3 6 ആണ്, 3 × 5 15. 6 + 15 എന്ന് പറഞ്ഞാൽ 21. ഇവിടെ ആണെങ്കിൽ 4 - 20 ദാറ്റ് ഈസ് -16. -8 + 10 2 ആണ്. 12 + 25 37. ഇപ്പോൾ എ ബി ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ബി എ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ബി × എ. അപ്പോൾ ആദ്യം ഞാൻ ബി എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി, എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി. ഫസ്റ്റ് നമുക്ക് ഈ ബി × എ എന്ന് പറയുന്നത് ഡിഫൈൻഡ് ആണോ എന്നറിയണം. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ ഓർഡർ ഒന്ന് നോക്കുക. ഇപ്പോൾ ഇവിടെ 3 റോയും 2 കോളവും. സോ ഇറ്റ് ഇസ് എ 3/2 മെട്രിക്സ്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഇതൊരു 2/3 മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇത് ഡിഫൈൻഡ് ആണോ എന്ന് നോക്കാനായിട്ട് ആദ്യം എഴുതിയിരിക്കുന്ന മെട്രിക്സിൻ്റെ കോളത്തിൻ്റെ എണ്ണം നോക്കുക. ഇവിടെ 2 കോളംസ് ആണുള്ളത്. രണ്ടാമത് എഴുതിയിരിക്കുന്ന മെട്രിക്സിൻ്റെ റോകളുടെ എണ്ണം നോക്കുക, അതും 2 തന്നെയാണ്. സോ ഇവിടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻഡ് ആണ്. ആദ്യത്തേതിൻ്റെ കോളത്തിൻ്റെ എണ്ണവും രണ്ടാമത്തേതിൻ്റെ റോകളുടെ എണ്ണവും സെയിം ആവണം. അപ്പോഴാണ് നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻഡ് ആണെന്ന് പറയുക. അപ്പോൾ ഇവിടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻഡ് ആണ്. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 × 1 + 3 × -4. ഇതുപോലെ ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 × -2 + 3 × 2. ഇതുപോലെ ഫസ്റ്റ് റോ കൊണ്ട് തേർഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 3 + 3 × 5. അപ്പോൾ ഈ ഫസ്റ്റ് റോ കൊണ്ട് ഓരോ കോളത്തിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അതൊക്കെ നമ്മൾ ഫസ്റ്റ് റോയിൽ തന്നെ എഴുതുകയും ചെയ്തു. ഇപ്പോൾ ഫസ്റ്റ് റോയുടെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്തത് സെക്കൻഡ് റോ എടുക്കുക. ഇതുകൊണ്ട് ഫസ്റ്റ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുക, സെക്കൻഡ് കോളത്തിനെ തേർഡ് കോളത്തിനെയും ചെയ്യുക. അപ്പോൾ ആദ്യം 4 × 1 + 5 × -4. അതുപോലെ 4 × -2 + 5 × 2. അതുപോലെ 4 × 3 + 5 × 5. ഇത്തരത്തിൽ സെക്കൻഡ് റോ കൊണ്ട് ഇവരെ 3 പേരെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അടുത്തത് തേർഡ് റോ. ഇപ്പോൾ 2 × 1 + 1 × -4. അതുപോലെ 2 × -2 + 1 × 2. 2 × 3 + 1 × 5. ഇത്തരത്തിൽ തേർഡ് റോ കൊണ്ട് ഈ കോളത്തിനെ ഫുള്ള് മൾട്ടിപ്ലൈ ചെയ്യും. ഇതാണ് ബി × എ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഇനി ഇതിൻ്റെ ഓരോ വാല്യൂസ് നമുക്ക് കണ്ടെത്തി എഴുതാം. അപ്പോൾ ഇവിടെ 2 × 1 2 ആണ്, ഇത് -12. 2 - 12 എന്ന് പറഞ്ഞാൽ -10. ഇനി ഇവിടെ 2 × -2 again -4 + 6 that is 2. 2 × 3 6 ആണ്, +3 × 5 15. 6 + 15 എന്ന് പറഞ്ഞാൽ 21. ഇവിടെയാണെങ്കിൽ 4 - 20 -16. അതുപോലെ -8 + 10 2 4 × 3 12 + 5 × 5 25. 12 + 25 37. ഇതുപോലെ 2 - 4 -2 -4 + 2 -2 തന്നെ. 2 × 3 6 + 5 11. ഇങ്ങനെയാണ് നമുക്ക് ബി × എ കിട്ടണത്.
നമുക്ക് നേരത്തെ കിട്ടിയ എ ഇൻറ്റു ബി ആലോചിക്കുക, ഇപ്പോൾ കിട്ടിയ ബി ഇൻറ്റു എ ആലോചിക്കുക. ഇത് രണ്ട് സെയിം ആണോ? കാണുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കിട്ടിയ എ ഇൻറ്റു ബി ഇറ്റ്സ് എ 2/2 മെട്രിക്സ്. ഇപ്പോൾ കിട്ടിയ ബി ഇൻറ്റു എ ആണെങ്കിൽ 3/3 മെട്രിക്സ് ആണ്. രണ്ടിൻ്റെയും ഓർഡർ പോലും സെയിം അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഒരിക്കലും എ എന്ന് പറയുന്ന ഒരു മെട്രിക്സും ബി എന്ന് പറയുന്ന വേറെ മെട്രിക്സും തന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്റ്റുകൾ എ ബി എന്ന് പറയുന്നതും ബി എ എന്ന് പറയുന്നതും സെയിം ആയിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം therefore എ ബി നോട്ട് ഈക്വൽ ടു ബി എ. ഇവിടെ നമുക്ക് എ ബി എന്ന് കിട്ടിയ മെട്രിക്സ് ബി എ എന്ന് പറയുന്ന മെട്രിക്സ് ഈക്വൽ അല്ല, അവരുടെ ഓർഡർ പോലും സെയിം അല്ല. പിന്നെ ബാക്കി കാര്യം നോക്കേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ കിട്ടിയ എ ബിയും ബി എയും രണ്ട്